BJP ഭരിക്കുന്ന BJPയുടെ സ്വർഗമെന്ന് BJP നേതാക്കൾ ആവർത്തിച്ചു പറയുന്ന BJPയുടെ പരമോന്നത നേതാക്കളിൽ ഒരാളായ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിൽ നോയിഡയിൽ വലിയ സമരം നടക്കുന്നുണ്ട്. നോയിഡ വ്യവസായ കേന്ദ്രമാണ്, ഇന്ത്യയുടെ വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെ തൊഴിലാളികൾ സമരത്തിലാണ്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ സമരത്തിലാണ്. സമരം അടിച്ചമർത്തുകയാണ് UP പോലീസ് ചെയ്യുന്നത്, BJP സർക്കാർ ചെയ്യുന്നത്, BJPയുടെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. അവിടേക്ക് CPIM നേതാക്കളെത്തി. കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ആ ഭാഗത്തേക്ക് പോയില്ല. ഇന്ത്യയിൽ കോൺഗ്രസ് MPമാരുണ്ട്, സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ആ ഭാഗത്തേക്ക് അനങ്ങിയില്ല, പോയതേയില്ല. അപ്പോഴാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും 2 MPമാരും B ശിവദാസനും A റഹീമും സമരം ചെയ്യുന്ന തൊഴിലാളികളെ കാണാൻ സന്ദർശിക്കാൻ നോയിഡയിലേക്ക് ചെല്ലുന്നത്. അവരെ പോലീസ് തടയുന്നു. UPയിലെ പോലീസ് തടയുന്നു, യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് തടയുന്നു. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു, തിരിച്ചു പോകാൻ ആവശ്യപ്പെടുന്നു. ഇല്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു CPIM നേതാക്കൾ. റോഡിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. എന്തു തന്നെയായാലും സമരം ചെയ്യുന്ന തൊഴിലാളികളെ കണ്ടിട്ടേ പോകൂ, അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടേ പോകൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു CPIM നേതാക്കൾ. അവസാനം യോഗി ആദിത്യനാഥിൻ്റെ പോലീസിന് CPIM നേതാക്കളുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. 4 പേരെയുള്ളൂ എന്നോർക്കണം. വലിയ തൊഴിലാളികളെ കൂട്ടിയിട്ടല്ല പോകുന്നത്. നേതാക്കൾ 4 പേർ മാത്രം തൊഴിലാളികളെ കാണാൻ വേണ്ടി പോവുകയാണ്. അവരെപ്പോലും ഭയക്കുന്നു യോഗി ആദിത്യനാഥ് എന്നോർക്കണം. നീണ്ട സമയം തർക്കം പോലീസുമായി, അവസാനം കുത്തിയിരിപ്പ് സമരം. ഇതിനു മുന്നിലാണ് യോഗി ആദിത്യനാഥിന് മുട്ടുമടക്കേണ്ടി വന്നത്, UP പോലീസിന് മുട്ടുമടക്കേണ്ടി വന്നത്. ആ തർക്കം പ്രേക്ഷകർ ഒന്ന് കാണേണ്ടതാണ്, കാണാം. जब उनके पास वक्त है कि वो हर फैक्ट्री जाके वर्कर से सीधा बात करने के लिए, वर्कर के रिप्रेजेंटेटिव और हमारा MP लोगों से बात करने के लिए उनकी क्या दिक्कत है? So we respect the city magistrate. That no, we are not questioning. We appreciate that. We respect him. But the point is that this is a political delegation which has come. We sought a meeting with the district magistrate, and if district magistrate decides that you are assuring 2 days ago, for last 2 days, our leadership has been trying to contact the district magistrate to have a meeting. They did not want she to go and meet them. They were going to meet her. That's not the point. We are very thankful for the magistrate who has come, being sent by the district magistrate. That is fine. No. But we want to know exactly where is our trade union leader Ram Swarawat. We want to know why the phone of Gangeshwar has been taken away and why he is put under house arrest. We want to know why there is no inquiry instituted after women workers have been badly beaten up by police. आपको एश्योर करती हूँ बिल्कुल ठीक है, बिल्कुल में कोई परेशानी नहीं है. और नहीं तो अगर आपको बैठने के लिए हमारा यही बगल से गेस्ट हाउस है आपको जब DM साहब को हमको मिलने, DM मैम को मिलने के लिए टाइम नहीं है, हम गेस्ट हाउस में जाके क्या करेंगे? सड़क पे ही रहेंगे, खाए में बिजी है. go everywhere, so that is fine. Yes, we want to go and we are not expecting her to come to us. We want to go to meet her. Because of her. Madam, we are the responsible persons. और पार्टी जनरल सेक्रेटरी थोड़ी नारी शक्ति बिल इससे ज़्यादा कोई अर्जेंट काम है? इससे ज़्यादा कोई अर्जेंट काम है? MPs are here on the road. You are also competent. No, but district magistrate is district magistrate. When our people wanted to meet district magistrate for last 2 days, he could not find time. Hello. It was a question of 10 minutes. Everybody was 24 hours. We had to prioritize. मैम आज पार्लियामेंट में मोदी साहब के कहने से ही काफी बड़ी इम्पोर्टेंस चल रहा है.
എന്തിനാണ് സി പി ഐ എം എന്ന പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് ഇന്ത്യയിലുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന കോൺഗ്രസിനെയും ബി ജെ പിയെയും പിന്തുണക്കുന്ന വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, സംഘടനകളുണ്ട്. അവരോടാണ് ചോദ്യം. ഈ സമരത്തെ എന്തുകൊണ്ട് നിങ്ങളാരും പിന്തുണക്കുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു എം പിയും നോയിഡയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നോയിഡയിലേക്ക് പോകുന്നില്ല? അധിക ദൂരമൊന്നുമില്ല, കാറിൽ പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസിൻ്റെ എം പിമാർ, കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനാ നേതാക്കൾ ഒന്നും നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് പിന്തുണർപ്പിക്കാൻ പോകുന്നില്ല. അവിടെയാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്നോർക്കണം. CPIM കഴിഞ്ഞ കാലത്ത് നടന്ന കർഷക സമരത്തിനും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയതും CPIM MPമാർ സമരത്തിൽ പങ്കാളികളായതും CPIMന്റെ കർഷക സംഘടനയായ കിസാൻ സഭ തന്നെ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തതുമൊക്കെ നാം കണ്ടതാണ്. ഇവിടെയും CITയും ഉണ്ട് സമരത്തിന് മുന്നിൽ. CIT തൊഴിലാളികളും പണിമുടക്കുന്നുണ്ട്. പണിമുടക്ക് ഒറ്റക്കെട്ടായി എല്ലാവരും ചേർന്നാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിലല്ല, തൊഴിലാളികൾ സ്വമേധയാ രംഗത്തിറങ്ങിയാണ് ചെയ്തത്. കർഷക സമരം പോലെ തന്നെ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ കടമയാണ്, ചുമതലയാണ്. ആ ചുമതല ഏറ്റെടുത്താണ് CPIM നേതാക്കൾ നോയിഡയിൽ എത്തിയത്. അവരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു പോലീസിന്. സമരക്കാരെ കണ്ട് അവരെ അഭിവാദ്യം ചെയ്ത് അവർക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കാൻ CPIM നേതാക്കൾ എത്തിയത് BJP സർക്കാരിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ അങ്ങോട്ട് പോകരുത് എന്നാണ് പറയുന്നത് പോലീസ് MA ബേബിയോട്. അതിനെയാണ് തള്ളിക്കളഞ്ഞ് സമരം ചെയ്ത് തൊഴിലാളികളെ കാണാനുള്ള അവകാശം നേടിയെടുത്തത് CPIM നേതാക്കൾ എന്നോർക്കണം.